നമസ്കാരം. എക്കോസ് ഓഫ് എക്സൈലിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഞങ്ങൾ എത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ എത്തുന്നവർ പ്രതിധ്വനികളാണ് പ്രവാസത്തിൻ്റെ. ഇന്ന് എന്നോടൊപ്പം കൂടുതൽ മുഖവുരയൊന്നുമില്ല, ജിജീഷ് ഗോപി എത്തുകയാണ്. ലക്ഷദ്വീപിൽ പഠിച്ച് 10ാം ക്ലാസ് വരെ അവിടെ പഠനം പൂർത്തിയാക്കി കേരളത്തിലേക്ക് എത്തുന്നു. അവിടുന്ന് ബാംഗ്ലൂരിലെത്തുന്നു. 10ാം ക്ലാസ് വരെയും മലയാള ഭാഷയൊന്നും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിലും അതിനുശേഷം കേരളത്തിൽ വീണ്ടും പഠിക്കാനെത്തുമ്പോൾ മലയാളത്തെ സ്നേഹിച്ച് 7ാം ക്ലാസ് മുതൽ, ലക്ഷദ്വീപിലിരിക്കെ തന്നെ 7ാം ക്ലാസ് മുതൽ എഴുതി തുടങ്ങി, വായിച്ചു തുടങ്ങി. അങ്ങനെ 7ാം ക്ലാസ്സിൽ വെച്ച് ബാലരമയിൽ തൻ്റെ കഥ പ്രസിദ്ധീകരിപ്പിക്കുന്നു. അവിടുന്ന് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ സർഗവാസനകളുടെ ഒരു യാത്രയാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സംസാരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ പ്രവാസത്തിലെ പ്രതിധ്വനി ജിജീഷ് ഗോപി. നമസ്കാരം. നമസ്കാരം ജിജീഷ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല ചൂടാണ് നമ്മൾക്ക്. പക്ഷേ ആ ചൂട് വളരെ നോർമാണ്. നമ്മൾ ഈ ചൂടത്തും ചായ കുടിക്കും, പുറത്തിറങ്ങി. അതെ, ചായ കുടിക്കും. ഉഷ്ണേന ശാന്തി എന്നാ. കറക്റ്റ്. അപ്പം ഞാൻ ജിജീഷിനെ കുറേ നാളുകൊണ്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ജിജീഷ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. ജിജീഷിൻ്റെ ചില വർക്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രൊമോഷൻസും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ജിജീഷിനെ ഇന്ന് അറിയുക അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളതാണ് വൈബ് ക്രിയേഷൻസിൻ്റെ ധർമ്മം. പറയൂ ജിജീഷ്, എങ്ങനെയാണ് ദുബൈയിലെത്തിയത്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞോളൂ. ഞാൻ 2009 എൻഡിലാണ് ഇവിടെ UAE വന്നത്. ആക്ച്വലി ഞാനൊരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷനാണ്. ഇപ്പോൾ ഒരു ദുബായ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ദുബായ് ഗവൺമെൻറ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഈ സിനിമയോടുള്ളതും ഇപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആരും പറയുന്നുണ്ടാവില്ല. ആക്ച്വലി ഒരു ഫ്യൂ സ്പാൻ ഓഫ് സെക്കൻഡ്സിൽ എൻ്റെ ഒരു ലൈഫ് ജേണി തന്നെ പറഞ്ഞു. ഞാൻ മറ്റൊന്നും ഈ സർഗവാസനകൾ എന്ന് പറയുന്ന ചിലപ്പോൾ ഒറ്റ വേടായിരിക്കും മറ്റുള്ളവരെ അല്ലെങ്കിൽ താങ്കളെ ക്ലിക്ക് ചെയ്തത്. ഈ സർഗവാസനകൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളത്. എന്തായാലും ഞാൻ കൂടുതൽ ജിജീഷിൽ നിന്ന് തന്നെ അറിയാം. ജിജീഷ് ഒരു സൈബർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനാണ്, ദുബൈ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ആ ജിജീഷ് ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു എഴുത്തിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ UAE വന്നു കഴിഞ്ഞപ്പോഴത്തെ ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി. അവർ സിനിമകളൊക്കെ ചെയ്യുന്നു, ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നു. അതിലൊക്കെ വളരെയധികം എന്താ പറയുക, അവർ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളാണെന്ന് മനസ്സിലായി. അവരോടൊപ്പം ഞാനും ചേർന്നു. അപ്പോൾ ഇതിൻ്റെ ഈ എഴുത്തിൻ്റെ ഭാഗം ഞാൻ ചെയ്യുമെങ്കിലും ഇതിൻ്റെ ടെക്നിക്കാലിറ്റികളെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ആ ഫ്രണ്ട്സിൽ നിന്നാണ് അത് പഠിച്ചത്. അവർ ക്യാമറ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെ സൗണ്ട്സിനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ ഡബ്ബിങ് ചെയ്യും, അതൊക്കെ അവരിൽ നിന്നാണ് പഠിച്ചത് ആക്ച്വലി. പിന്നെ അവരിപ്പോൾ ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ കണ്ടു അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ, പക്ഷേ ഒരുപാട്. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഒരു ഷോർട്ട് ഫിലിം എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ 1-2 ഷോർട്ട് ഫിലിം എടുത്തു. എൻ്റെ കഴിഞ്ഞ ഷോർട്ട് ഫിലിമിന് എന്താ പറയുക ഒരു 2 to 3 ഇൻ്റർനാഷണൽ അവാർഡ്സ് ഒക്കെ. ഷോർട്ട് ഫിലിമുകളൊക്കെ എടുക്കുമ്പോഴേ ഈ ഷോർട്ട് ഫിലിമിൻ്റെ കഥയൊക്കെ എല്ലാം ജിജീഷിന് തന്നെയാണ്. അതെ, എൻ്റെ തന്നെയാണ്. സ്വന്തം കഥയാണ്, തിരക്കഥയും എല്ലാം. ഇവൻ കഴിഞ്ഞ ഷോർട്ട് ഫിലിമിന് ഇവൻ ക്യാമറ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് അത് ഇവൻ മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ച ഒരു സിനിമയായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പേര്? അത് ബ്രോക്കൺ പീസ് ഫ്രം ഗോഡ് എന്നാണ് അതിൻ്റെ പേര്. അത് മലയാളമല്ലേ? അല്ലെങ്കിൽ അതിനകത്ത് ലാംഗ്വേജ് ഇല്ല. അതിൻ്റെ ഒരാളുടെ ഒരു റൂമിലെ ഒരു അനുഭവം എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ അതിനകത്ത് ലാംഗ്വേജ് ഇല്ല, വികാരം മാത്രമേ ഉള്ളൂ ഒരാളുടെ. ഇമോഷൻസ് മാത്രമേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണ് ചെയ്തത്. അപ്പോൾ അത് ഏത് പാറ്റേണിലാണ് വെക്കുന്നത്? നമുക്ക് ഓരോന്നിനും ഓരോ കാര്യമുണ്ടല്ലോ. മലയാളം ഒരു തീം മ്യൂസിക് ആണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ മെത്തേഡ് ഓഫ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു മെത്തഡോളജി എനിക്ക് ഏറ്റവും എനിക്ക് എല്ലാത്തിൽ നിന്നും എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിൽ നിന്നാണെങ്കിലും ഇംഗ്ലീഷിലെ മേക്കിംഗ് ആണ് എനിക്കിഷ്ടം ആക്ച്വലി, കണ്ടന്റിനെ കാട്ടിയും. കണ്ടന്റ് നമ്മുടെ ഭാഷയിൽ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്ക് പറയാം. ഇംഗ്ലീഷിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. ആ ഒരു സ്റ്റാൻഡേർഡിൽ എത്തുക എന്നതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ
പിന്നെ ആഗ്രഹിക്കുന്നത് കുറേ വ്യൂസും ലൈക്സും ഒക്കെ ഉണ്ടാക്കി എനിക്ക് 1 മില്യൺ 2 മില്യൺ 3 മില്യൺ അത്തരത്തിലേക്കൊരു പിന്നെ ഷോർട്ട് ഫിലിമിലേക്കാണോ ജിജീഷ് പോയത്? അതോ ഷോർട്ട് ഫിലിമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മീഡിയംസ് ഉണ്ട്, ചാലകങ്ങൾ, ഏതെങ്കിലുമൊക്കെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? എൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് പ്രൊമോഷൻസ് ചെയ്യുന്നതിനെ കുറിച്ച് അത്രയും അറിവില്ലാത്ത ഒരാളാണ്. ഇത് ചെയ്യുക, ഈവൻ എൻ്റെ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഒരു സ്റ്റോറി ബുക്ക് എഴുതിയിട്ടുണ്ട്, അതിനെ പ്രൊമോട്ട് ഞാൻ ചെയ്തിട്ടില്ല ആക്ച്വലി. ഇതൊരു ആത്മനിർവൃത്തിക്ക് വേണ്ടി ചെയ്യുന്ന രീതിയിലായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അധികം അങ്ങോട്ട് അതിനെക്കുറിച്ച് പ്രൊമോഷൻ ചെയ്യാനോ സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണ് നല്ല നീ കാണണം അങ്ങനെ പ്രൊമോഷൻ ചെയ്ത് നടക്കുന്ന എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മടിയുള്ള ഒരാൾ ആ കാര്യത്തിൽ. ഞാൻ ഇച്ചിരി ബാക്കിലോട്ട് നിൽക്കുന്ന ആൾ ആ കാര്യത്തിൽ. ആളുകളോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്ത് ഇതിനെക്കുറിച്ച് പ്രചരിപ്പിച്ച് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്തു, അതിനധികം വ്യൂവേഴ്സ് ഞാൻ കിട്ടിയിട്ടുമില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് കിട്ടാത്തത് ആക്ച്വലി. അപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളാണ് പറഞ്ഞത്, ഫ്രണ്ട്സും പറഞ്ഞിട്ടാണ് ഞാൻ ആ സിനിമയെ ഈവൻ ചില 1-2 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ സബ്മിറ്റ് വരെ ചെയ്തത്. അതിന് റെക്കഗ്നേഷൻ കിട്ടുകയും ചെയ്തപ്പോഴത്തേക്കും അവർ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ നീ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, നീ എവിടെയും സബ്മിറ്റ് ചെയ്യുന്നില്ല, നീ അത് ചെയ്ത് നീ എടുത്ത് ഇന്നെ കാണുന്നു സന്തോഷിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നമ്മുടെ ഒരു ജോലിയുടെ ഒക്കെ ഇടയ്ക്ക് നമ്മുടേതായ ഒരു പാഷനെ ഒരു ഹോബി എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന സാധനം മാത്രമാണിത്. അതിന് പിന്നെ മെല്ലെ മെല്ലെ അത് വെള്ളിത്തിരിയിലേക്ക് കുറച്ച് ഇത് വന്നാണ് ഈ എൻ്റെ ആ സിനിമ കണ്ടപ്പോഴാണ് എന്നെ ഒരുപാട് പേര് വേണ്ടത് എനിക്ക് കുറച്ചൊരു സിനിമ ചെയ്തൂടെ എന്ന് പറഞ്ഞത്. പിന്നെ ഓക്കെ, എന്താ പറയുക, വീക്കെൻഡ്സുകൾ ഉപയോഗിച്ചും ഓഫ് ടൈമുകൾ ഉപയോഗിച്ചും ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെങ്കിൽ അതിനെ തന്നെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രോപ്പർ പ്ലാൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സിനിമയാക്കി ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നാണ് പിന്നെ തുടങ്ങിയത്. അങ്ങനെയാണ് സിനിമയിലേക്ക് OTT പ്ലാറ്റ്ഫോമിലേക്ക് ഒരു മൂവി തന്നെ പടുത്തുയർത്തിയത്. 1.5 മണിക്കൂറോ അത്ര? അത് ആക്ച്വലി ഒരു 1 hour 20 minutes അടുത്തുണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ കുറച്ചൊന്ന് അത് കട്ട് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പാക്കി അതിന്റെ പ്രിവ്യൂവിന് നമ്മൾ കണ്ടിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം നമുക്ക് ഇപ്പം പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് എടുത്തോളം ആയാലും ശരി, ഒരു മൂവി മേക്കറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ധാർമ്മികതയുണ്ടാവും. അവർ ചിന്തിക്കുന്ന രീതികളും അവർ എഴുതുന്ന രീതികളും വ്യത്യസ്തമായിരിക്കും. ചിലർ കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയ്ക്കൊക്കെ അപ്പുറത്ത് മോണിറ്ററിങ് ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും. പിന്നെ ആരുടെയെങ്കിലുമൊക്കെ വക്കാലത്തുകൾക്ക് വേണ്ടി എഴുതുന്നവരുണ്ടാവും. അപ്പം ജിജീഷ് ഏത് തരത്തിലുള്ള എഴുത്തുകളാണ് എഴുതിയിട്ടുള്ളത്? ജിജീഷ് സമൂഹത്തിൽ ജിജീഷിന് തന്നെ തോന്നുന്നുണ്ടാവല്ലോ, ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുന്നത് ചിലപ്പോൾ ഒരു വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യത കാണില്ല, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ എഴുത്തിൻ്റെ രീതികളെക്കുറിച്ചും പറയാമോ? 7ാം ക്ലാസ്സിൽ മുതൽ കഥ എഴുതി തുടങ്ങിയ വായിച്ചു തുടങ്ങിയ ഒരാളെന്ന രീതിയിലാണ് എൻ്റെ ചോദ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദ്യമാണ് ആക്ച്വലി. ഇൻഫാക്ട് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ ഒരു ഫേവറേറ്റ് ജോനർ എന്ന് പറയുന്നത് ഈ ഒരു ഫിക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന സാധനങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ധാർമ്മിക മൂല്യമുള്ളതെന്ന് പറയാൻ മാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിന്. പക്ഷേ എൻ്റെ ബുക്കിലൊക്കെ ആണെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ, എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നതും ചില എന്താ പറയുക റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഇൻഫാക്ട് അപ്പോൾ അതിനെ വേറൊരു ആംഗിളിലാണ് ഞാൻ കാണുന്നത് ആക്ച്വലി. ഇപ്പോൾ ആളുകളെ എക്സൈറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നൊരു, കാരണം എൻ്റെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ക്രിസ്റ്റഫർ നോളാനൊക്കെ പോലെയുള്ള ഡയറക്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ, പിന്നെ എഴുത്തുകാരിൽ ഡാൻ ബ്രൗൺ, അവരൊക്കെയാണ് ഞാൻ കൂടുതൽ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ കുറച്ച് എന്താ പറയുക ഫിക്ഷൻസ് അല്ലെങ്കിൽ ത്രില്ലേഴ്സ് ആ ടൈപ്പിലാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയം എന്ന രീതിയിൽ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് സബ്ജക്റ്റുകൾ മനസ്സിലുണ്ട്, കുറേ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി. ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള സമൂഹത്തിലെ അനീതിക്കെതിരെയോ അല്ലെങ്കിൽ നന്മകൾ തുറന്നു കാണിക്കാനോ ഒക്കെയുള്ള ഏറ്റവും വലിയ ചാലകങ്ങളാണ് എഴുത്തും സിനിമകളും. തീർച്ചയായും. അപ്പം എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ജിജീഷ് ശരിക്കും ഒരു എന്താ പറയുന്നത് ആംഗലേയ പിന്നെ സാഹിത്യകാരന്മാരുടെയോ അല്ലെങ്കിൽ സിനിമാക്കാരുടെയോ ഒക്കെ ഒരു ജോണറിലേക്ക് കൂടുതൽ വായിച്ചും പഠിച്ചും വളരുന്നത്. എങ്കിലും ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മലയാളം സംസ്കാരത്തെയും മലയാള സിനിമകളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിലെ എത്തരത്തിലുള്ള സംവിധായകരെയും
സിനിമാക്കാരെയും ഒക്കെയാണ് ജിജേഷിന് ഇഷ്ടം? അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഇപ്പോഴും നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ പുതിയ തലമുറയിലുള്ളവരുടെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാവരും അവരുടേതായ ഒരു മേഖലകൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പഴയ ഭരതനും പത്മരാജനും ഒക്കെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന അവരുടെ മേക്കിംഗ് ആണ്. വർഷങ്ങൾക്ക് മുമ്പേ കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച സിനിമകൾ ചെയ്ത അവരാണ് ഇപ്പോഴും എൻ്റെ ഇൻസ്പിറേഷൻ. ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പം ഈവൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ശ്രീ പത്മരാജൻ്റെ തുമ്മികളെക്കുറിച്ചും ഞാൻ ഗന്ധർവനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. അപ്പം അതേപോലെയൊക്കെ ഒരു ക്യാരക്ടറിനെയൊക്കെ ബിൽഡ് ചെയ്തെടുക്കുക, അതേപോലെ ഒരു സ്റ്റോറി പ്ലോട്ട് ഉണ്ടാക്കിയെടുക്കുക, ചിന്തിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതൊക്കെ അത്രയും ഇൻസ്പയറിംഗ് ആണ് അവരുടെയൊക്കെ. നമ്മുടെ മലയാളത്തിൽ ഞാൻ പറയാം, കണ്ടന്റ് എന്ന് പറയുന്ന സാധനം വേറെ ഒരു ഭാഷയിൽ എനിക്ക് നോക്കേണ്ടി വരത്തില്ല ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഭാഷയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ടന്റുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഒരുപാട് കഥകൾ. ഇപ്പം നമുക്ക് ഈ പറയുന്ന റീൽസുകളെയും ഒക്കെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ നമ്മളൊരു ജീവിതം നമ്മുടെ ഇന്ന് കൊണ്ടുപോകുന്നത് റീൽസിലൂടെയാണ് അല്ലേ? നമ്മൾ മൊബൈൽ രാത്രി ഇങ്ങനെ നോക്കി ഉറങ്ങും, റീൽസ് കണ്ടുറങ്ങുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. അപ്പോൾ റീൽസ് വലിയ കണ്ടന്റുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മനുഷ്യനെ പിന്നെ ബോറടിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതുമായ കണ്ടന്റ്സുകളുണ്ട്. അപ്പം ഞാൻ വീണ്ടും വരുവാണ്, നമ്മുടെ ആഹ്ലാദത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ആഹ്ലാദം ഉണ്ടായത്? ആഹ്ലാദം എന്ന സിനിമയിലേക്ക് എത്തുന്നത്? കാരണം ഒരു സിനിമ OTT ആയാലും അതിൻ്റെ ഫണ്ടിങ് വേണം, സാമ്പത്തികം എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. പിന്നെ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അത്തരത്തിലുള്ള ആഹ്ലാദത്തിലേക്ക് വരുന്നു. ആഹ്ലാദത്തിൻ്റെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? എന്താണ് ആഹ്ലാദം എന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുക. കാരണം ഞാൻ ഇത്തരത്തിലുള്ളൊരു വൈബ് ക്രിയേഷൻസ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു, ഇത്തരത്തിൽ നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല ഇത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന സർഗവാസനകളുള്ള പ്രതിഭകളുണ്ട്. അതിനകത്ത് കാറ്റഗറി ഒന്നുമില്ല. അത് പാട്ട് പാടുന്നവരാവാം, സിനിമാക്കാരാകാം, എഴുതുന്നവരാവാം. ഇതൊക്കെ അപ്പുറത്ത് കുറേ പണം ഉണ്ടാക്കി ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങൾ ചവിട്ടി നടക്കുന്നവർ മാത്രമല്ല ഈ പ്രവാസത്തിലെ പ്രതിധ്വനികൾ. ഇന്ന് ലേബർ ക്യാമ്പിൽ ഡബിൾ ഡെക്കർ ബെഡിൻ്റെ മുകളിൽ കിടന്ന് രാത്രിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് പാട്ട് കേട്ട് അതിനൊപ്പം പാടുന്ന നിരവധി പ്രവാസികളുണ്ട്, അസാധ്യമായ കഴിവുകളുള്ളവർ. അത്തരത്തിലുള്ള ആളുകളും ഒക്കെ നമ്മുടെ മൈക്കിലെത്തണം, എൻ്റെ മുന്നിൽ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ എക്കോസ് ഓഫ് എക്സൈൽ എന്ന് പറയുന്നത്. ഇനിയും ആഹ്ലാദത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ ചെയ്യുക എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് കഥകളും ത്രെഡുകളും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന എൻ്റെ ഇപ്പോഴും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു സിനിമ ചെയ്യുക എന്നൊരാഗ്രഹം മനസ്സിൽ വന്നപ്പോഴത്തേക്കും അത് ആഗ്രഹം ഭയങ്കരമായ ഒരു ആഗ്രഹമാണ്. ആക്ച്വലി വർഷങ്ങളായുള്ളൊരു ഇങ്ങനെ മെല്ലെ മുളച്ച് വന്നൊരു വലിയൊരാഗ്രഹം. അതെന്തായാലും ചെയ്യുക എന്നൊരു ഇതുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും, പക്ഷേ നമ്മൾ പ്രവാസികളുടേതായ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന സമയത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ഒരു മുഖ്യധാര പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മലയാള സിനിമ എന്ന വലിയ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ സമയം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലാത്തൊരു കാര്യമാണ്. ഒരു പ്രവാസിക്ക് സാധിക്കത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് അവിടത്തേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു കഥ എഴുതി അതിനൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി അയാളെ കൺവിൻസ് ചെയ്ത് അതിന് വേണ്ടി ലൊക്കേഷൻ കണ്ടെത്തി കാസ്റ്റിംഗ് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ ടീമിനെ അറ്റാച്ച് ചെയ്ത് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിനിമം ഒരു 2 മാസമൊക്കെ എന്ന് പറഞ്ഞാൽ ലീവൊക്കെ എടുത്ത് നിൽക്കേണ്ടി വരും. അതൊരിക്കലും സാധിക്കത്തില്ലാത്ത കാര്യമാണ്. ഞാൻ അവിടെ നിന്നാണ് ചിന്തിച്ചു തുടങ്ങിയത് ആക്ച്വലി. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കുന്ന അതേ ഒരു പാറ്റേൺ വീക്കെൻഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓഫ് ടൈമുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്തിന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പ്രോജക്റ്റ് പ്ലാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു. റിവേഴ്സായിട്ടാണ് എല്ലാം ചിന്തിച്ചു. പിന്നെ ബഡ്ജറ്റ് വേണമെങ്കിൽ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വേണം. പ്രൊഡ്യൂസർ കണ്ടടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയാണ്. പിന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം. ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത ആ ഒരു ബഡ്ജറ്റ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനെപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് വേടാ മാസശമ്പളം കൊണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർ ഞാൻ മാത്രമേ കാണത്തുള്ളൂ എന്ന് ഞാൻ പറയും. അപ്പോൾ അതേപോലെ അങ്ങനെ ബഡ്ജറ്റ് കുറച്ചൊന്ന് പ്ലാൻ ചെയ്തു. വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലാണ് ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പലരോടും പറഞ്ഞപ്പം ഒരു യൂണിറ്റ് കണ്ടെത്തണമായിരുന്നു. അതെ
ഒരു യൂണിറ്റ്. അതാരെയാണ് കണ്ടെത്തിയത് ആദ്യം? അത് ഇവിടെയുള്ള എന്താ പറയുക, യു എയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മളൊരു മീറ്റ് ചെയ്യാൻ, ഞങ്ങളൊരു ഔചാരികമായിട്ട് മീറ്റ് ചെയ്താണ് ഞങ്ങൾ ആക്ച്വലി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു വൈബ് ഒരുമിച്ച്, ആ പേര് തന്നെ ഉണ്ട് വൈബ്. കലേഷ് കരുണാകരൻ പുള്ളിക്കാരനെയാണ് നമ്മൾ മീറ്റ് ചെയ്തത്. അപ്പോൾ കലേഷ് എന്താ പറയുക, കലേഷിൻ്റെ കയ്യിൽ എല്ലാ എക്യുപ്മെന്റ്സുകളും ഉണ്ട് മനസ്സിലായി. ഞാൻ കലേഷിനോട് പറഞ്ഞു, കലേഷ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കലേഷ് അപ്പോൾ അതുവരെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു കലേഷ് ഈ പാഷൻ കൊണ്ട് ഈ ഫീൽഡിലേക്ക് എത്തിയ ഒരാളാണ്. അല്ല, കലേഷ് അവരുടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊരു പാഷനാണ്, പണത്തേക്കായി കൂടുതൽ. അതെ, ആ സുഹൃത്ത്. അതെ. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആ ഒരു വൈബ് കറക്റ്റായിട്ട് സെറ്റായി. ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അതൊരു 45 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചു ഞങ്ങൾ ചുമ്മാ. അപ്പൊ അതിനുശേഷം ഞങ്ങൾ നേരിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു പ്ലാൻ എനിക്കുണ്ട്, ചെയ്യാൻ പറ്റുമോ? അപ്പൊ അവൻ പറഞ്ഞു, നമുക്ക് ചെയ്യാം. കലേഷിന് ഇഷ്ടമുള്ളൊരു കാര്യം എനിക്കതാ, ചെയ്യാം. അങ്ങനെ ഇറങ്ങാം നമ്മള്. പിന്നെ ഓക്കെ, പിന്നെ അതിന്റെ പ്ലാനുകൾ ഞങ്ങൾ ഇരുന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു. പ്രീ പ്രൊഡക്ഷനിലാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ഞങ്ങൾ. കാരണം വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക, ആളുകളെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ സമയമാണ് ഏറ്റവും പ്രധാനം. അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ പടം എടുക്കുക ചെയ്തത്, അവരുടെ ഷോട്ടുകൾ എടുക്കുക ചെയ്തത്. ഞങ്ങളുടെ സാധാരണ അങ്ങനെയല്ലോ, നമ്മളൊരു പ്രൊഡക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് കൊടുക്കും, അതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സേ ഡിഫറെന്റ് ആണ്. ഞങ്ങൾ ഫോളോ ചെയ്തത് ഞങ്ങളുടേതായ ഒരു ഫോർമുല മാത്രം. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ഫോർമുല തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. അപ്പോൾ എല്ലാ ആളുകളുടെയും സമയം മനസ്സിലാക്കി ഞങ്ങൾ പിന്നെ കാസ്റ്റിംഗ് ചെയ്ത് ആളുകൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ ജോലികൾ നമ്മള് സോഷ്യൽ മീഡിയ വഴിയാണ് ഇട്ടത്. പിന്നെ 1-2 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇട്ടപ്പോൾ അപ്പം തന്നെ ഒരുപാട് പേര് വന്നു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതിന്റെ പാഷനേറ്റ് ആയിട്ടുള്ള നമ്മൾ മലയാളികൾ ഒരുപാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ മേഖലയിലേക്ക് ഇവിടെ വന്നിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഇറങ്ങിയത് നമുക്ക്. അപ്പോൾ എനിക്ക് ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ, ഞാനായിരിക്കും വിചാരിച്ചിരിക്കുക, നമ്മുടെ അത്രയും ആളുകളുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഇത്രയും പേരുണ്ടെന്ന് ഞാൻ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളത് നിർത്തി. ഞങ്ങൾ ആക്ച്വലി ആ ഒരു എന്താ പറയുക, ആഡ് എനിക്ക് ഒരാഴ്ച പോലും 3-4 ദിവസം ഓടിയുള്ളൂ. എന്നിട്ട് ഞങ്ങൾ എടുത്ത് കളഞ്ഞു. കാരണം അത്രയും ആളുകൾ അപേക്ഷിച്ചു. ഒരുപാട് പേര് മെയിൽ അയച്ചു, വാട്സാപ്പ് അയക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ നമ്മൾ കാണാം. പിന്നെ ഞങ്ങളത് സെലക്ട് ചെയ്യുക, സ്ക്രീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പാടായിരുന്നു. 3 പ്രാവശ്യം ഞങ്ങൾ 3 ഓഡിഷൻസ് നടത്തി അവരെ വെച്ചിട്ട്. എന്നിട്ട് ആ സെലക്ട് ചെയ്ത ആളുകളെ കൊണ്ട് ഞങ്ങൾ വർക്ക്ഷോപ്പുകൾ ചെയ്യിപ്പിച്ചു. എന്നിട്ട് എൻ്റെ ഇതുപോലെ തന്നെ ഇവിടെയുള്ള പ്രവാസി സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കിട്ടുകയും ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് ആക്ച്വലി. പിന്നെ നാട്ടിലെ ഷൂട്ട്, അങ്ങനെ ഒരുപാട് നാട്ടിലും പിന്നെ കുറച്ച് ഇന്ത്യയിൽ ഇവിടെയുമാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ച്വലി. ഇതിനിടയ്ക്ക് ഒരു കാര്യം സംശയം ചോദിച്ചിട്ട്, കാരണം നമ്മുടെ ഈ പരിപാടി കാണുന്നവർ ഒരുപാട് പേര് ഈ കാസ്റ്റിങ്ങിലും അഭിനയിക്കാൻ താല്പര്യമുള്ളതാണ്, കാരണം അറിഞ്ഞിരിക്കാൻ വേണ്ടി. സാധാരണ നമ്മൾ ഇത്തരത്തിലേക്കുള്ള ആളുകളെ കാസ്റ്റിങ്ങിനേക്ക് വിളിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ മുഴുവൻ ക്യാരക്ടേഴ്സും വന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടിയാണോ അവരെ ചെയ്യുന്നത്, അതും പൊതുവെ അവരുടെ ഒരു ഇവാലുവേഷൻ നടത്തുകയാണോ ചെയ്യുന്നത്? അല്ല, ആക്ച്വലി ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കാസ്റ്റിങ്ങിന് പോകുന്ന ആളുകളും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവരെന്തിനാണ് പോകണമെന്ന് അറിഞ്ഞിട്ട് വേണം അവർ പോകാൻ എപ്പോഴും കൃത്യമായിട്ട്. ഇവിടെ ഒരുപാട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ചുമ്മാ ഒരു പോസ്റ്റർ കണ്ടോ ചാടിക്കറി പോകരുത്. അവർ വിളിക്കാം, എൻക്വയറി ചെയ്യാം, നിങ്ങൾ എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അന്വേഷിക്കാം, അവരെ പോയി കാണാം, സംസാരിക്കാം. ട്രാൻസ്പെറൻസി എത്രമാത്രം ഉണ്ടെന്ന് അറിയാം. അത് അവർക്കുള്ളൊരു ചെറിയൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി ക്യാരക്ടേഴ്സുകളെ ഞാൻ വരയ്ക്കും. ഞാൻ കുറച്ച് അത്യാവശ്യം വരയ്ക്കും. അപ്പം ഞാൻ വരച്ച് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ് ഇവരോട്ട് സാദൃശ്യമുള്ള ഒരു 3-4 പേരെയാണ് നമുക്ക് വേണ്ടത്. എൻ്റെ സിനിമയിൽ 3 പേരാണ് ഉള്ളത്. 3 ആണുങ്ങളും ഒരു പെൺകുട്ടിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ. പിന്നെ 4 ആണുങ്ങളും ഒരു പെൺകുട്ടിയാണ്. ഭരതേട്ടൻ്റെയും ഒക്കെ അതേ പാതയിലൂടെയാണ് ക്യാരക്ടർ വരച്ച് വെച്ചിട്ട് സ്ക്രിപ്റ്റ് വരെ എഴുതിക്കൊണ്ടിരുന്ന. അതെ, ഞാൻ സ്റ്റോറി ബോർഡൊക്കെ ഞാൻ വരയ്ക്കുന്നത് ആക്ച്വലി. അപ്പോൾ അതുമായിട്ട് സാമ്യമുള്ളതും എന്നാൽ അഭിനയിക്കാൻ അറിഞ്ഞിരിക്കുന്നതായ ആളുകൾ വേണമല്ലോ. അങ്ങനെയാണ് സെലക്ഷൻ എടുത്തത്. ആദ്യം എടുത്തപ്പോഴത്തേക്ക് ഒരു 6-7 പേരെ സെലക്ട് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടത് നമ്മൾ 5 പേരായിരുന്നു. 4 ആണുങ്ങളാണ് വേണ്ടത്. പിന്നെ അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഒരു കോമ്പറ്റീഷൻ പോലെ അവരെ വെച്ച് ചെയ്യിപ്പിച്ചു. ഒരേ സീനുകളെ കൊടുത്ത് ഷൂട്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് എന്നിട്ടാണ് എടുത്തത് ആക്ച്വലി. പിന്നെ വർക്ക്ഷോപ്പ് കൊടുത്തു. കാരണം നമ്മൾ ഇത് ഷൂട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ നമ്മൾ മറ്റേ ഷെഡ്യൂൾ പോലെ നമ്മൾ അങ്ങനെ ഭയങ്കരമായ ഒരു വില്ലയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം നമ്മൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് ഇട്ട് അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾക്ക് പരിമിതമായ സമയം തരുമായിരുന്നു. ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കാൻ പറയും. നമുക്ക് തരുന്ന നമ്മളെ സഹായിക്കുന്നവരാണ്. അപ്പം ഈ പോകുന്ന ആളുകൾ അവർ പ്രിപ്പയർഡ് അല്ലെങ്കിൽ അവിടെ പോയിരുന്ന ഡയലോഗ് തെറ്റിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ ക്യാമറ ആംഗിളുകൾ നമ്മൾ മുന്നേ തന്നെ
എല്ലാം ഡിസൈഡ് ചെയ്ത് പ്രോപ്പറായിട്ട് വരച്ച് ആംഗിളുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കാരണം അവിടെ ചെന്ന് നമ്മൾ കൺഫ്യൂഷനായിട്ട് നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. ലൈറ്റ് അവിടെ വെക്കണം, അല്ലെങ്കിൽ ക്യാമറ അവിടെ വെക്കണം, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം പോകും. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ഞങ്ങൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടാണ് ഈ സ്ഥലങ്ങളിലെല്ലാം ലൊക്കേഷനിലെല്ലാം പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. കിട്ടിയ വളരെ പരിമിതമായ സമയത്ത് നമ്മൾ ചെയ്തു തീർത്തതെല്ലാം ആക്ച്വലി ലൊക്കേഷനുകളെല്ലാം പോയിട്ട്. അത് എല്ലാവരുടെയും ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ആക്ച്വലി. പിന്നെ ടെക്നിക്കലായിട്ടുള്ള ഞങ്ങൾ ആദ്യത്തെ ഒരു ഈ ലോ ബഡ്ജറ്റ് എന്ന രീതിയിൽ ടെക്നിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റുകളുടെ ഒരു കുറവ് സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഫോർ ഷുവർ.